السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا إنك أنت الغفور الرحيم، وارحمنا إنك أنت أرحم الراحمين. أشهد أن لا إله إلا الله وحده لا شريك له، هو الأول والآخر والظاهر والباطن، وهو على كل شيء قدير. وأشهد أن نبينا وحبيبنا محمدا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل لا أملك لنفسي نفعا ولا ضرا إلا ما شاء الله، ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء، إن أنا إلا نذير وبشير لقوم يؤمنون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും സ്നേഹവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ഉത്കടമായി ആഗ്രഹിക്കുക, ധാരാളമായി പരിശ്രമിക്കുക, ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിമീങ്ങളുടെ വിശ്വാസം അതാണ് മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈമാൻ എന്നാണ് സാങ്കേതികമായി അതിന് പറഞ്ഞു വരുന്ന പേര്. ഈമാൻ മുസ്ലിമിന് നൽകുന്നത് ആ പദം ഉദ്ദേശിക്കുന്ന ആശയമാണ്. ഈമാൻ എന്നതിൻ്റെ ആശയം അംന് എന്ന അറബി ധാതുവിൽ നിന്നാണ് വന്നത്. അലിഫും മീമും നൂനും കൂടിയതാണ് അംന്. അംന് എന്നതുകൊണ്ടുള്ള അർത്ഥം ഒരുപക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അംന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർഭയത്വമാണ്. നിർഭയത്വം എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ, പേടിയില്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഇവിടെ ഈ പോലീസ് ജീപ്പിൻ്റെ ഒക്കെ പുറത്ത് അംന് എഴുതി വെച്ച് പോലീസ് ജീപ്പുണ്ട്. സെക്യൂരിറ്റിയാണ് അവർ. അവരുടെ ഡ്യൂട്ടി നിർഭയത്വം നൽകലാണ്. ആ അംനിൽ നിന്നാണ് ഈമാൻ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്നാണ് മുഅ്മിൻ. ഇപ്പം ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുന്നതിൻ്റെ പേരാണ് ഈമാൻ. അതിനെ നാം വിശ്വാസം എന്ന് വിളിച്ചത് അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയത് എനിക്ക്
വിശ്വസിക്കാവുന്ന രൂപത്തിലുള്ള നിർഭയത്വം ഈമാനിൽ നിന്ന് കിട്ടുമ്പോൾ അത് വിശ്വാസമാകുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നിർഭയത്വം. സത്യവിശ്വാസിക്ക് അവന്റെ ഈമാനിൽ നിന്ന് ലഭിക്കേണ്ടത് അതാണ്. അവനെ തന്നെ വിശ്വസിക്കാൻ സാധിക്കണം. ഒന്നാമതായി നിർഭയത്വം അവന് സ്വയം ഫീൽ ചെയ്യണം, അനുഭവപ്പെടണം. ഞാൻ മുഅ്മിനാണ്, എനിക്ക് നിർഭയത്വമുണ്ട്. ആ നിർഭയത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. ഈമാൻ ഉണ്ടാവുകയും ആ ഈമാനിൽ ളുൽമ് അഥവാ അക്രമം കലരാതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ളത്. ആലോചിച്ച് നോക്കൂ ആ വാചകം. ഈമാൻ വിശ്വസിക്കുകയും വിശ്വാസത്തിലെ ളുൽമ് കലരാതിരിക്കുകയും ചെയ്യണം. വിശ്വാസത്തിലെ ളുൽമ് എന്താ? ശിർക്കാണ്. അത് വിശ്വാസത്തിൽ വരാതിരിക്കുകയും ചെയ്താൽ അവന് നിർഭയത്വം ഉണ്ടാവും. അപ്പൊ മുഅ്മിനാണെന്നതുകൊണ്ട് നമുക്ക് എന്ത് വേണം? സ്വയം ഒരു നിർഭയത്വം അനുഭവപ്പെടണം. എനിക്ക് അല്ലാഹു ഉണ്ട് എന്നതാണ് തൗഹീദ്. എൻ്റെ പേരാണ് തൗഹീദ്. അതിന്റെ വിപരീതമാണ് എന്ത്? ശിർക്ക്. എനിക്ക് എപ്പോഴാണ് നിർഭയത്വം കിട്ടുന്നത്? എനിക്ക് അല്ലാഹു ഉണ്ട് എന്ന തോന്നൽ എൻ്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുമ്പോഴാണ് നിർഭയത്വം. എനിക്കെന്തിനാ പേടിക്കാനൊന്നുമില്ലല്ലോ. പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ചു തന്ന നിർഭയത്വം അതായിരുന്നു. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ഗാർ സൗറിൽ ഇരിക്കുന്ന സമയത്ത് മുശ്രിക്കുകൾ വന്ന് തെരയാണല്ലോ, തലക്ക് ഇനാം പ്രഖ്യാപിച്ചല്ലോ. അള്ളാന്റെ റസൂലിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും തലക്ക് ഇനാം പ്രഖ്യാപിച്ച തെരയാണ്. തെരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ പേടിച്ചു നിൽക്കുക. അപ്പൊ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. പേടിക്കാൻ പറ്റൂല. ലാ തഹ്സൻ, എന്തിന് പേടിക്കണം? ഇന്നല്ലാഹ മഅനാ. അത് നബി തങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിലും അള്ളാഹു അത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ്, അനുഭവം, രംഗം ഉണ്ടാക്കും. അവർക്ക് വേണ്ടിയല്ല, നമുക്കൊക്കെ വേണ്ടി. നമുക്കൊക്കെ മനസ്സിലാകാൻ മൂസാ നബിയുടെ കൂടെ വിശ്വസിച്ച ആളുകളും മൂസാ നബിയും കൂടി ഓടുകയാണ്. പിന്നാലെ ഫറോവയും കിങ്കരന്മാരുമുണ്ട്. ചെന്നു നിന്നത് നൈലിന്റെ അടുത്താ അല്ലേ? അന്തം വിട്ട് നിൽക്കുക. മൂസാ നബിന്റെ കൂടെ ഉള്ളവർ ഉറക്കെ വിളിച്ചു പറയാ, ഇന്നാലെ മുദ്രക്കൂൻ, ഇതാ ഇപ്പൊ നമ്മളെ പിടികൂടും കേട്ടോ, ഇപ്പൊ പിടികൂടും. മുമ്പ് വാമയ്യ, കാരണം കപ്പലുമില്ല, ബോട്ടുമില്ല, മുമ്പിൽ മഹാസമുദ്രം, വെള്ളം. അപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുന്നു, ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മളെ പിടിക്കേ, നമ്മൾ ആരാ? നമ്മൾ നിർഭയത്വമുള്ള ടീമല്ലേ, നമ്മൾ പിടിക്കേ. എന്റെ കൂടെ ആരുണ്ട്? എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, ആ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. നമ്മളെ പിടികൂടോ? അതാണ് ഈമാൻ. ഈമാന്റെ ഒന്നാമത്തെ ഗുണം അതാണ് നിർഭയത്വം. ഈമാൻ രണ്ടാമതൊരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിന് മൊത്തത്തിൽ നിർഭയത്വം കിട്ടണം. അത് ഈമാനിൽ നിന്ന് കിട്ടുമോ? നമ്മളൊക്കെ മുഅ്മിനുകളാണെങ്കിൽ നമ്മൾ പരസ്പരം എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട. പേടിച്ചാൽ നമ്മൾ മുഅ്മിനാവില്ല. നിങ്ങൾ എന്നെയോ ഞാൻ നിങ്ങളെയോ പേടിക്കണ്ട. നിങ്ങൾ എന്നെ വഞ്ചിക്കുമെന്നോ, ചതിയിൽപ്പെടുത്തുമെന്നോ, വഞ്ചിച്ച് കൊല്ലുമെന്നോ, കള്ളക്കേസ് കൊടുക്കുമെന്നോ, ഏഷ്യനെ പറയുമെന്നോ, പരദൂഷണം പറയുമെന്നോ, ഇതൊന്നും എനിക്ക് പേടിക്കണ്ട. എന്താ കാരണം? ഞാൻ മുഅ്മിനുകളുടെ കൂട്ടത്തിലാണ്. ഇതിലെവിടെയെങ്കിലും ചെറിയ തകരാറ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാനിന് തകരാറ് വരുന്നു എന്നതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞത് നമ്മുടെ ഈമാനിനെ നശിപ്പിക്കാൻ വരുന്ന ചില ക്ഷുദ്ര ശക്തികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലും ഇവിടെയുമൊക്കെ പരന്നു കിടക്കുന്ന ഒരു സാധനമാണ് ഈ മാരണക്കാർ, സാഹിരീങ്ങൾ, ഈ ആഭിചാരം നടത്തുന്നവർ.
വല്ലാണ്ട് പരന്നു കിടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗതിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനം, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. സുലൈമാന്റെ ഭരണത്തെക്കുറിച്ച് ഈ ശയാത്തീനുകൾ ഓതിക്കൊടുത്തതാണ്, പറഞ്ഞുകൊടുത്തതാണ് അവർ സ്വീകരിച്ചത്, പിൻപറ്റിയത്. സുലൈമാൻ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിച്ച പ്രവാചകനാണ്, രാജാവാണ്, രാജാധികാരമുള്ള പ്രവാചകനായിരുന്നു. ആ രാജാധികാരമുള്ള സുലൈമാൻ അലൈഹിസ്സലാം എന്ന പ്രവാചകനെ കുറിച്ച് അനുയായികൾ വിശ്വസിക്കേണ്ടിയിരുന്നത് സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞതായിരുന്നു. പക്ഷേ പലരും അത് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, വത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ, സുലൈമാന്റെ രാജാധിപത്യത്തെക്കുറിച്ച് ഈ പിശാചുക്കൾ പറഞ്ഞു കൊടുത്തത് ആൾക്കാർ സ്വീകരിച്ചത് പലരും. വമാ കഫറ സുലൈമാൻ, അതുകൊണ്ട് സുലൈമാൻ ഒരു ചുക്കും പറ്റൂല, സുലൈമാൻ അതുകൊണ്ട് ഒന്നും പറ്റൂല, സുലൈമാൻ അവിശ്വാസിയാവൂല. വലാകിന്ന ശയാത്തീന കഫറൂ, പിന്നെ ആരാ വിശ്വാസിയാക? ഈ ശൈത്താന്മാരാ. എന്താ കാരണം? യുഅല്ലിമൂന അന്നാസ അസ്സിഹർ, ഈ ശൈത്താന്മാർ ജനങ്ങളെ സിഹർ പഠിപ്പിച്ചു. ഈ സാധനമാണെന്ത്? ശൈത്താന്മാര് പഠിപ്പിക്കുന്ന സാധനത്തിന്റെ പേരാണെന്ത്? സിഹർ. ശൈത്താന്മാര് ചെയ്യുന്ന സാധനത്തിന്റെ പേരാണെന്ത്? സിഹർ. എന്ന് വെച്ചാൽ മനുഷ്യന്മാർ ചെയ്യേണ്ടതല്ല, മുഅ്മിനുകൾ ചെയ്യേണ്ടതല്ല, വിശ്വാസികൾ ചെയ്യേണ്ടതല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു, ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതയ്യിറ ലഹു, നമ്മിൽപ്പെട്ടവനല്ല ആര്? മൻ തതയ്യറ, പക്ഷി ലക്ഷണം നോക്കിയവൻ. തത്തനെ വിട്ടിട്ട് കാർഡ് എടുത്തിട്ട് ഇപ്പത്തെ പക്ഷി ലക്ഷണം അതാ, മുമ്പ് വേറെ രൂപത്തിലുള്ള പക്ഷി ലക്ഷണം. അല്ലെങ്കിൽ ഔ തുതയ്യിറ ലഹു, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ആരാണോ ഈ പണി ചെയ്യിപ്പിച്ചത് അവൻ, ആർക്ക് വേണ്ടിയാണോ ഈ പണി ചെയ്തത് അവനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഞാൻ ഇങ്ങനത്തെ ഒരാളെടുത്ത് ചെന്നു, എന്നിട്ട് ഒരു പക്ഷി ലക്ഷണം നോക്കാനിരുന്നാൽ ഞാനും എന്തല്ല, ലൈസ മിന്നാ, അള്ളാന്റെ റസൂലിന്റെ വാക്കേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ മിന്നാ, നമ്മളെ കൂട്ടത്തിൽ പോകൂല, ഒരു വേറെ കൂട്ടത്തിലാ, മുസ്ലിമീങ്ങളല്ല എന്നർത്ഥം. പിന്നെ ഔ തകഹന ഔ തുകുഹിന ലഹു, അല്ലെങ്കിൽ ജ്യോത്സ്യപ്പണി നടത്തുന്നവൻ. ആ പണി എന്താന്ന് നമുക്കറിയാലോ. ഏത് എന്തൊക്കെയൊക്കെ സംഭവിച്ചാൽ അതിന് പ്രതിവിധി പറഞ്ഞുതരാ. ആരാ പറയണത്? ശൈത്താന്മാരാ. അല്ലെങ്കിൽ ഈ ജ്യോത്സ്യപ്പണി ആർക്ക് വേണ്ടി എടുത്തോ അവനും നമ്മിൽപ്പെട്ടവനല്ല. കള്ളിങ്ങനെ വരച്ചിട്ട്, അല്ലെങ്കിൽ കള്ളി വരക്കാതെ, അല്ലെങ്കിൽ കബഡി നിരത്തിയിട്ട്, അല്ലെങ്കിൽ കബഡി നിരത്താതെ, എങ്ങനെയായാലും ഈ ആൾക്കാരെടുത്ത് പോകാനും പാടില്ല, ആ പണി ചെയ്യാനും പാടില്ല, അവരെടുത്ത് പോകാനും പാടില്ല. അടുത്ത വാചകം ഔ സഹറ, അല്ലെങ്കിൽ സിഹർ ചെയ്തവൻ, മാരണപ്പണി ചെയ്തവൻ, ആഭിചാരപ്പണി ചെയ്തവൻ. ഔ സുഹിറ ലഹു, അല്ലെങ്കിലോ നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളവിടെ ചെന്നു, മൂപ്പർക്കൊരു കൈമടക്കം കൊടുത്തു, മൂപ്പരോട് പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് ശരിയാക്കി തരണം എന്നാ. ആരാ ശരിയാക്കണത്? ശൈത്താൻ ശരിയാക്കും എന്ന് വിശ്വസിച്ചാൽ നമ്മൾ ഈ ശൈത്താന്റെ അടുത്ത് പോണത്. എന്നിട്ട് അങ്ങനെ ശൈത്താൻ പണി ചെയ്യിപ്പിച്ചവനും നമ്മിൽപ്പെട്ടവനല്ല. ഇപ്പൊ ഗൗരവമുള്ളതാണ് വിഷയം. അള്ള പറഞ്ഞ് കാഫറാവും, ശൈത്താന്മാര് കാഫറായി എന്ന് പറഞ്ഞല്ലോ. എന്താ? യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ, ആ പണി പഠിപ്പിച്ചതുകൊണ്ട്. റസൂലുള്ളാഹി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽപ്പെട്ടവനല്ല. കുറച്ചുകൂടി ഗൗരവത്തിലാ പിന്നെ നബി പറഞ്ഞത്. എന്താ? വമൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ, ഒരാൾ ഇത്തരത്തിലുള്ള ഒരാളുടെ അടുത്ത് പോയി, ജ്യോത്സ്യപ്പണി നടത്തുന്ന, സിഹർ പണി നടത്തുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച ആൾക്കാർ, അല്ലെങ്കിൽ പരസ്യം ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പോവുകയും ഫസദ്ദഖഹു, അവനെ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്താൽ, അവൻ പറഞ്ഞത് ശരി തന്നെയാണ്, ഇതിന്റെ പ്രശ്നം തീരാൻ ഞാൻ അതേ വഴിയുള്ളൂ, അത് സത്യപ്പെടുത്തുകയും ചെയ്താൽ ഫഖദ് കഫറ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ കാഫറായിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഗൗരവമുള്ളതാ വിഷയം.
അത്ര നിസ്സാരമല്ല എന്നർത്ഥം. കാഫറാവും ഈ പണി ചെയ്താൽ എന്നർത്ഥം. ചെയ്തവും കാഫറ, ചെയ്യിച്ചവനും കാഫറ. ആകെ പ്രശ്നമാണ്. എന്താ പ്രശ്നം? നമ്മുടെ വിശ്വാസത്തെ അള്ളാഹു പരീക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ അള്ളാഹു പരീക്ഷിക്കും. അത് അള്ളാഹിന്റെ പരിപാടിയാണ്, പരീക്ഷിക്കണം എന്നുള്ളത്. എന്നിട്ട് പരീക്ഷിച്ചിട്ട് ഏതാ നല്ലത് അള്ളാഹ്ക്ക് തിരഞ്ഞെടുക്കണം. നല്ല സ്വർണം നോക്കാൻ ഒരതി നോക്കൂലേ? അതേമാതിരി അള്ളാഹ് ഒരതി നോക്കുന്നതിന്റെ പേരാണെന്ത്? പരീക്ഷണം. ആ പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ച ഒരു രൂപമാണ് സിഹ്ർ. ആ സിഹ്ർ, ആ പരീക്ഷണത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയും അതിന്റെ മുമ്പിൽ നിങ്ങൾ പരാജിതരാവുകയും ചെയ്താൽ എന്തായി പോകും? വിശ്വാസം നഷ്ടപ്പെട്ടവരായി പോകും. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ മുഴുവൻ വിശദീകരിച്ചു. അസ്സിഹ്റു വൽ കഹാനതു അഹദു മലാഹിരി തതല്ലുഇ ലിമഅരിഫത്തിൽ ഗൈബി വഅസ്റാറിഹി. കാരണം ഈ പണി ചെയ്യുന്ന ആളുകൾ, ജ്യോത്സ്യപ്പണിയായാലും സിഹ്ർ പണിയായാലും, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ വിചാരിക്കുന്നത്, അവർ വിശ്വസിക്കുന്നത്, അവർ കരുതുന്നത് അള്ളാഹുവിന്റെ ഗൈബിയായ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും, ഇതിലൂടെ അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കും എന്നാണ്. അങ്ങനെ നമ്മളെ വിശ്വസിപ്പിച്ചിട്ട് നമ്മുടെ മനസ്സിലും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലും സ്വാധീനം ചെലുത്താൻ ഈ ആളുകൾ പരിശ്രമിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പച്ചയായി പറഞ്ഞു, നിങ്ങൾ ആകമാനം നശിപ്പിച്ചു കളയുന്ന 7 മഹാപാപങ്ങളെ നിങ്ങൾ വെടിയണം, ഉപേക്ഷിക്കണം. അറിയാലോ, ഷിർക്ക് മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ അതിൽപ്പെട്ടതാണ് എന്ത്? അസ്സിഹ്ർ. എന്തുകൊണ്ടാണ്? ആ സാധനം നമ്മളെ ഈമാനിനെ തകർത്ത് കളയും, കുഫറിലേക്ക് എത്തിച്ചു കളയും. അപ്പൊ ചിലപ്പോൾ നമുക്കൊരു സംശയം തോന്നും, എന്താ എന്നാൽ അതുകൊണ്ട് ഫലമുണ്ടല്ലോ. സിഹർ ചെയ്തിട്ട് ഫലമുണ്ടല്ലോ. കോഴിമുട്ടമ്മ വരച്ചവിടെ കൊണ്ടേ വെച്ചു, ഓനാകെ നശിച്ചു. അല്ലെങ്കിൽ നാളികേരത്തുമ്മ വരച്ചു, ആ പണി ചെയ്യിച്ചു, ഫലമുണ്ടല്ലോ. ഉണ്ടാവും. ആരാ ഫലം ഉണ്ടാക്കിയേ? അള്ളാഹ് ഉണ്ടാക്കിയതാ. എന്തിനാ? നമ്മളെ പരീക്ഷിക്കാൻ. ഫലമുണ്ട് എന്നതെന്തല്ല, നമുക്ക് ചെയ്യാൻ ലൈസൻസ് തരൂല. വ്യഭിചരിച്ചാൽ സുഖല്ലേ? ഉണ്ടാവും. മക്കളുണ്ടാവൂലേ? വേണമെങ്കിൽ ഉണ്ടാവും. പറ്റുമോ? പറ്റൂല. എന്തേ പറ്റാത്തത്? അത് ഹറാമാണ്. ഫലമുണ്ട് എന്നതെന്തല്ല, ചെയ്യാനുള്ള ലൈസൻസ് അല്ല. ഇത് സഹോദരന്മാരെ ഗൗരവമുള്ള ഒരു രോഗമാണ്, അതിഗൗരവമുള്ള ഒരു രോഗം. ഒരുപാട് സമൂഹങ്ങളെ നശിപ്പിച്ച, ഒരുപാട് കുടുംബങ്ങളെ ഛിദ്രമാക്കിയ, ഒരുപാട് വീടുകളുടെ സ്വസ്ഥത നശിപ്പിച്ച, പലതരത്തിലുള്ള ഇബ്ലീസുമാർക്കും ശയാത്തീനുമാർക്കും ഖുറാഫാത്തുകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരാൻ വഴിയൊരുക്കിയ വല്ലാത്ത ഒരു സമ്പ്രദായമാണെന്ത്? ഈ സാധനം. അതിൽ തുടങ്ങിയാൽ, ആ വാതിലങ്ങോട്ട് തുറന്നാൽ പിന്നെ ഈമാൻ ഇങ്ങനെ ക്രമേണ ഇങ്ങനെ നശിക്കും. എന്താ കാരണം എന്നറിയോ? ഈമാനിന്റെ അടിസ്ഥാനമാണ് എന്ത്? ഇൽമുൽ ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അള്ളാഹ്ക്ക് മാത്രമേ എന്തുള്ളൂ? ഇൽമുൽ ഗൈബ് അറിയൂ. അതാണ് സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ് ആദ്യത്തെ വാചകം. ആരാണ് മുത്തഖീങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഈ മാതിരി ഏതെങ്കിലും സാധനങ്ങൾക്ക് അതറിയുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൂടാ. സൂറത്ത് നംലിലെ 65-ാമത്തെ ആയത്ത് അള്ളാഹു പഠിപ്പിക്കുന്നു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദി അൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കണം, ആകാശങ്ങളിലോ ഭൂമിയിലോ ഗൈബ്, അദൃശ്യം അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയൂല. ആർക്കും അറിയില്ല. അറിയില്ല എന്നുള്ളതിന് തെളിവെന്താ? എപ്പോഴാണ് ഇവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്ന് പറയാൻ ഇവർക്ക് സാധ്യമല്ലല്ലോ, അറിയൂലല്ലോ, കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ചില ആളുകൾ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ അവരുടെ ദേഹേച്ഛയുടെ പ്രലോഭനം കാരണമായി ഇത്തരം സാഹചര്യങ്ങളെ സമീപിക്കാറുണ്ട്. ചില ആളുകൾ അവരുടെ ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടി ആ ഉദ്ദേശം
ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാതെ അത് പൂർത്തിയാക്കാൻ ഈ ആളുകളെ സമീപിക്കാറുണ്ട്. ചില ആളുകൾ അവരുടെ മനസ്സിനകത്ത് ശുദ്ധിയില്ലാത്തത് കൊണ്ട് വൃത്തികേടുകൾ, മനസ്സിനകത്തുള്ള വൃത്തികേട് കാരണമായി ചിലരെ നശിപ്പിക്കാനും ആക്രമിക്കാനും ഇത്തരം വഴികൾ തേടാറുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചു. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഈ ശയാത്തീനുകൾ ജനങ്ങളെ പഠിപ്പിക്കും. മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഒരു കുടുംബത്തിലെ ആണിനെയും പെണ്ണിനെയും ഭർത്താവിനെയും ഭാര്യയെയും തമ്മിൽ തെറ്റിക്കാനുള്ള പണി ഇതിലുണ്ട്, പഠിപ്പിക്കും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് മുഅ്മിനുകൾക്ക്, അമ്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ മുഅ്മിനുകൾക്ക്, നിർഭയത്വമുള്ള മുഅ്മിനുകൾക്ക് ആ നിർഭയത്വത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചാൽ, ആ നിർഭയത്വത്തെക്കുറിച്ച് ചിന്തിച്ച് ആ വിശ്വാസത്തിൽ, ഈമാനിൽ, ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ സാധിച്ചാൽ രക്ഷപ്പെടും. അള്ളാഹു എന്താ പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി സാഹചര്യങ്ങൾ വടിയായിട്ട് വന്നല്ലോ, കയറും വടിയൊക്കെ ആയിട്ട് വന്നില്ലേ? എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ആ വടിയും കയറൊക്കെ കണ്ട് പേടിച്ചു. ഇതൊക്കെ എന്താവുകയാണ്? പാമ്പാവുക. ആരാ മൂസാ നബി അലൈഹിസ്സലാം? കലീമുള്ളയാണ്, അല്ലാഹുമായി നേർക്ക് നേരെ സംസാരിച്ച മൂസാ അലൈഹിസ്സലാം, കലീമുള്ള അല്ലേ? ഖുർആൻ പിടിച്ചു. ഖുർആൻ പറഞ്ഞു, മാ ജിഅ്തും ബിഹി സിഹർ. നിങ്ങൾ കൊണ്ടുവന്നത് സിഹറല്ലേ? സിഹറല്ലേ നിങ്ങൾ കൊണ്ടുവന്നത്? ഇന്നല്ലാഹ സയുബ്തിലുഹു. തീർച്ചയായും അല്ലാഹു ഇതെല്ലാം ബാത്തിലാക്കി കളയും. ഇതൊക്കെ അല്ലാഹ് നശിപ്പിച്ചു കളയും. എല്ലാ സിഹറിനെയും അല്ലാഹ് നശിപ്പിച്ചു. എന്തുകൊണ്ടാ? മൂസാ അലൈഹിസ്സലാമിന്റെ വിശ്വാസത്തിന്റെ ശക്തിയാ. എന്നിട്ട് അള്ളാഹുവിന്റെ അടുത്ത വാചകം, ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. ഇമാതിരി കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരുടെ ഒരു പ്രവർത്തനവും അള്ളാഹു നന്നാക്കുകയില്ല. നിങ്ങൾ വിചാരിക്കണ്ടോ, ഈ സാഹിറുകൾ ചിലപ്പോൾ നൈമിഷികമായി ചില വിഷയങ്ങളിൽ വിജയിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ അല്ലാഹു തആലയുടെ ഉറച്ച വാക്കാണ്, വലാ യുഫ്ലിഹു സാഹിറു ഹൈദു അതാ. വലാ യുഫ്ലിഹു സാഹിർ. സാഹിർ വിജയിക്കുകയില്ല. കാരണം എന്താ? ഈ സാഹിറിന്റെ ലക്ഷ്യം സമൂഹത്തിലെ നന്മയല്ല, കുഴപ്പമുണ്ടാക്കലാണ്, പണമുണ്ടാക്കലാണ്, പ്രശ്നമുണ്ടാക്കലാണ്. ഒരു തീരെ കാരുണ്യം, ദയ, നന്മ ഇതൊന്നും മനസ്സിലില്ലാത്ത ആളാണ് ആര്? സാഹിർ, സിഹർ ചെയ്യുന്നവൻ. ആ പ്രവർത്തനം ആ രൂപത്തിൽ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുകൊണ്ട് വല്ല ഉപകാരം കിട്ടുമെങ്കിൽ അവന് കിട്ടണ്ടേ? സ്വന്തം ഈ ചെയ്യുന്നതിന്റെ കഥ എന്താ? ചില പരസ്യമൊക്കെ വായിച്ചാൽ, ചില നിലവാരമുള്ള പത്രമാസികകളുടെ പരസ്യം കണ്ടിട്ടില്ലെങ്കിൽ ഇതങ്ങോട്ട് ധരിച്ചാൽ, മൂപ്പര് ഇതിണ്ടാക്കി ഈ സാധനം അങ്ങോട്ട് ധരിച്ചാൽ പിന്നെ ദുനിയാവൊക്കെ അങ്ങോട്ട് കിട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. മൂപ്പരോ ഇത് വരക്കണോൻ എത്രയോ കാലമായിട്ട് ഇരുന്ന് വരക്കുക, ഓന്റെ ദുനിയാവ് ഇപ്പോഴും. അത് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കാൻ അത് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ ഇതിന്റെയൊക്കെ പിന്നിൽ എന്താ? പണമാണ് ലക്ഷ്യം അല്ലേ? അത് ഇന്നല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വന്ന സാഹിര്യങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഫലമ്മാ ജാഅ അസ്സഹറതു. സാഹിര്യങ്ങൾ മുഴുവൻ വന്നപ്പോൾ ഖാലൂ ലിഫിർഔൻ അഇന്ന ലനാ അജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ. സാഹിര്യങ്ങൾ മുഴുവൻ കൂടി മൂസാ നബിനെ എപ്പോ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ എന്താ സാഹിര്യങ്ങളുടെ പറയുന്നത്? ഫിറൗനോട് അവർ പറഞ്ഞു, ഇന്ന ലനാ അജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ. ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് കുറേ പണം തരണേ. എന്താ ലക്ഷ്യം? പണമാണ്, നന്നാക്കലല്ല, മനുഷ്യന് നന്മയല്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ ഉപദേശിക്കുന്നു, മൻ അതാ അറാഫൻ. ഇത്തരത്തിലുള്ള ആളുകളെ ആരെങ്കിലും സമീപിച്ചാൽ, സാഹിറാകട്ടെ, ജ്യോത്സ്യക്കാരനാകട്ടെ, ഇത് കബഡി നിരത്തുന്നവനാകട്ടെ, മറ്റേ സേവ നടത്തുന്നു എന്ന് പറയുന്നവനാകട്ടെ, ഇനി നമ്മളെ സമൂഹത്തിലും കുറെ ആൾക്കാരുണ്ട് ഈ പണി നടത്തുന്നത്. ഏത് മുസ്ലിം സമൂഹത്തിൽ പ്രത്യേക വേഷമൊക്കെ ധരിച്ച് കണ്ടാൽ തന്നെ മനസ്സിലാവും ആളെ. ആരായാലും ഒക്കെ അറാഫ. ഫസഅലഹു അൻ ഷൈഇൻ. അവനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ, നിങ്ങൾ വിചാരിക്കണ്ട ഈ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴേ ഇത് നിസ്സാര പ്രശ്നമാണ്. ചോദിച്ചാൽ ലം തുഖ്ബൽ ലഹു സ്വലാത്ത 40 ലൈല. 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. കൈ കാണിച്ചു കൊടുത്താൽ നിങ്ങൾ വിചാരിക്കേണ്ട നിസ്സാര പ്രശ്നം. ഒരു
ഇങ്ങനെ നമ്മളെ വീട്ടിലൊരു തത്തയായിട്ട് ഒരുത്തൻ ഇങ്ങനെ വന്ന് രസമല്ലേ എന്ന് വിചാരിച്ച് പറ്റൂല, ചോദിക്കാൻ പറ്റൂല, നമുക്ക് പറ്റൂല. കാരണം റസൂൽ പഠിപ്പിക്കുന്നത് ലം തഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല, 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കൂല. ചോദിച്ചാൽ മതി, നിങ്ങൾ വിശ്വസിക്കണ്ട. വിശ്വസിച്ചാൽ നേരത്തെ പറഞ്ഞില്ല എന്താ, കാഫറായി. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവത്തിൽ ഈ ആളുകൾക്ക് ചിലപ്പോൾ നല്ല സാലിഹ്യങ്ങളുടെ ഉടുപ്പും വസ്ത്രമൊക്കെ ഉണ്ടാവും. അവർ സംസാരിക്കുക ചിലപ്പോൾ മുഅ്മിനാന്ന് പറഞ്ഞിട്ടായിരിക്കും, അവർ ചിലപ്പോൾ ഖുർആന്റെ ആയത്തായിരിക്കും ഊതുക. ഇതൊക്കെ ഇവരുടെ പരിപാടികളാണ്, അതൊക്കെ അവർ ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇൽമുൽ ഗൈബ് അറിയുമെന്ന വിശ്വാസത്തോടു കൂടി ആരെങ്കിലും ഇമാതിരി ഏർപ്പാടുമായിട്ട് വന്നാൽ അവനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല, കടത്താൻ പാടില്ല. കാരണം ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ നമ്മൾ ഒരിക്കലും അതിൽപ്പെട്ടതന്നെയാണ് ഇതൊക്കെ. കൈ നോക്കല്, നമ്മുടെ നക്ഷത്രത്തിന്റെ പണിയുണ്ടല്ലോ, എവിടുന്നോ വന്നതാ, പക്ഷെ നമ്മളിപ്പോൾ ഏറ്റെടുത്താണ്. ജാതകം നോക്കണം എന്നാ, ജാതകം നോക്കാൻ ഞാൻ കല്യാണം ശരിയാകാത്ത മാതിരി ആയിട്ടുണ്ട്. ഈ മാതിരിയുള്ള എല്ലാ പരിപാടികളും ചിലർ പിഞ്ഞാണം വരച്ചിട്ടാണ്, ചിലർ കയ്യിലാണ്, ചിലർ ജാതകമാണ്. എന്തായിരുന്നാലും ശരി, ഈ സംഗതികളൊക്കെ ഇതിൽപ്പെട്ടതാണ്. നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. കാരണം ഇതൊക്കെ നമ്മുടെ നിർഭയത്വം, നമ്മൾ പേടിയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ്, പേടിയാണ്. ആ പേടിയാണ് ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. അതാണ് ഈമാൻ, അവരാണ് മുഅ്മിൻ. അല്ലാഹു ഈ ഈമാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ വല്ലതുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വെക്കുക, നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ വിശ്വാസത്തിന്റെ ദുർബലത കൊണ്ട് അത് കടന്നു വരും കേട്ടോ. ഒന്ന് സംഭവിച്ചു, എന്ത് ചെയ്യും? അതിനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ അതിന് മാതൃക കാണിച്ചു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട സഹോദരന്മാരെ, ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് കടുപ്പമുള്ള തൗഹീദിന്റെയും കടുപ്പമുള്ള സുന്നത്തിന്റെയും ആളുകളാകണം നാം. അതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം. എന്താ കടുപ്പുള്ള തൗഹീദ് എന്ന് പറഞ്ഞാൽ? ഞാൻ അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കലുള്ളൂ, പോരാ. അല്ലാഹുവാണ് നാഫിഉം ദാറും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അല്ലാഹുവാണ് നാഫിഉം ദാറും. അള്ളാന്റെ പേരുകളിൽ പെട്ടതാണല്ലോ അന്നാഫിഉ അദ്ദാറു. എന്താ? ഉപകാരം ചെയ്യാൻ അള്ളാഹ്ക്കേ കഴിയൂ, ഉപദ്രവം ചെയ്യാനും അള്ളാഹ്ക്കേ കഴിയൂ. ശരിയല്ലേ? അള്ളാഹ്ക്കേ കഴിയൂ. അതുകൊണ്ടാണ് ഈ വിഷയം പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു പഠിപ്പിച്ചു, വമാ ഹും ബിദാരിന ബിഹി മിൻ അഹദിൻ, അവർക്ക് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയല്ലാതെ അള്ളാഹ്ക്കേ പറ്റൂ. ഒരു മനുഷ്യനും നമ്മൾ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരും പേടിച്ച് ബേജാറാവും വേണ്ട. ആരും പേടിച്ചു നമ്മൾ അങ്ങനെ ചെയ്യാനോ? നമ്മളാരാ? നമ്മൾ നല്ല തൗഹീദുള്ളവരാ. അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ ഉപകാരം ഉപദ്രവിച്ച്. ഒരു സാധനം, ഒരു ശൈത്താനും ഒരു ഇബ്ലീസിനും ഒരു ജിന്നിനും ഒരു സാഹിറിനും ഒരു ജോത്സ്യനും ഒരു കുട്ടിച്ചാത്തൻ സേവ നടത്തുന്ന സാധനത്തിനും ഒന്നും കഴിയില്ല. കാരണം എന്താ? മുസബ്ബിബുൽ അസ്ബാബ് അള്ളാഹുവാണ്. എല്ലാറ്റിൻ്റെയും കാരണക്കാരൻ അള്ളാഹു. ആരുമല്ല, ആർക്കും കഴിയില്ല. അങ്ങനെ ആരും വിശ്വസിക്കാനേ പാടില്ല. ആ വിശ്വാസം നമുക്കൊരിക്കലും പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തിരുമേനിയുടെ ജീവിതത്തിലൂടെ അത് പഠിപ്പിച്ചിട്ട്, അനുഭവങ്ങളും സംഭവങ്ങളും പഠിപ്പിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ, ലാ അംലികു നഫ്സി, എന്റെ സ്വന്തത്തിന് പോലും ഞാൻ ഉടമയാക്കുന്നില്ല, നഫ്അൻ വലാ ദർറ, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള ശക്തി, ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ എനിക്ക് സ്വന്തം പോലും ചെയ്യാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ ജീവിതം അതിന് ഉദാഹരണമാണല്ലോ. എത്ര സ്ഥലത്താ അല്ലാഹുവിന്റെ റസൂലിന് പ്രയാസങ്ങൾ വന്നത്? എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹ്ക്ക് വേണമെങ്കിൽ എടുത്തു കൊണ്ടുപോയിരുന്നല്ലോ. പക്ഷെ അത് പഠിപ്പിക്കാനാണ്, അത് പഠിപ്പിക്കാനാണ്. എന്നിട്ടോ റസൂൽ പഠിപ്പിക്കുന്നു, വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് ഇൽമുൽ ഗൈബ് അദൃശ്യജ്ഞാനമുണ്ടായി
സ്ഥലത്ത് നിന്ന് ഒരുപാട് നന്മ ഉണ്ടാക്കായിരുന്നു. എനിക്ക് ഒരാപത്തും ബാധിക്കുമായിരുന്നില്ല. എത്ര ആപത്ത റസൂലുള്ളാഹിക്ക് വന്നത്? എന്തുകൊണ്ടാ? റസൂലുള്ളാഹിക്ക് ഗൈബറിയില്ല, അള്ളാഹു ആർക്കും പഠിപ്പിച്ചിട്ടില്ല, അത് അള്ളാഹുവിന്റെ മാത്രമാണ്. അതുകൊണ്ടാ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നിട്ട് റസൂൽ ആരാണ് പഠിപ്പിക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുമിനൂൻ. ഞാനെന്ന് പറഞ്ഞാൽ താക്കീത് നൽകുന്നവൻ, വിശ്വസിക്കാൻ മോഹമുള്ള ആളുകൾക്ക് സന്തോഷം പറഞ്ഞു കൊടുക്കുന്നവൻ, അവനാണ് ഞാൻ. സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ടത് നല്ല ശക്തിയുള്ള തൗഹീദിന്റെ ഉടമകളാകണം. ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കടുപ്പമുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് ഉപദ്രവമാണെങ്കിലും ഉപകാരമാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് തരുന്നത് അല്ലാഹു മാത്രമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം. ഖുർആൻ ഈ മാതിരി എല്ലാ ശയാത്തീനുകൾക്കും ഭയമുള്ള ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മുഅവ്വിദതൈനികൾ, ആയത്തുൽ കുർസി, സൂറത്ത് ആലി ഇംറാന്റെ അവസാനത്തെ ഭാഗം, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം, ഇതൊക്കെ കടുപ്പമുള്ള സംഗതികളാണ്. ഓതിക്കൊണ്ടേയിരിക്കണം. ഒരു കൃത്യമായി ഇന്നത് ഓതണം എന്നത് നമുക്ക് കൃത്യമായ ഒരു വിചാരം വേണം. അതുപോലെ ദിക്റുകൾ നമ്മൾ വിശദീകരിച്ചതാണ്. രാവിലെയും വൈകുന്നേരവും ചെയ്യേണ്ട ദിക്റുകൾ, ആ ദിക്റുകളാണ് നമ്മുടെ ശക്തി. ആ ദിക്റുകൾ നമ്മുടെ കൂടെയുള്ള കാലത്തോളം ഒരു തരം പിശാചിനും ഒരു സ്വാധീനവും നമ്മളിൽ ഉണ്ടാക്കാൻ കഴിയില്ല, നമ്മളെ പേടിപ്പിക്കാൻ കഴിയില്ല, പറപ്പിക്കാൻ കഴിയില്ല. അതല്ലേ റസൂൽ ഒരൊറ്റ ദിക്റ് പഠിപ്പിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ദിക്റിൽ നിന്ന് എന്താണ്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ആകാശത്തോ ഭൂമിയോ ബിസ്മില്ലാഹ് എന്നതുകൊണ്ട് തുടങ്ങിയാൽ ആ പേരിന്റെ കൂടെ, അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആർക്കും പറ്റില്ല. അതല്ലേ അത്ഭുതം. അതാണ് ആ ദിക്റിന്റെ ശക്തികൾ. അങ്ങനെയുള്ള ദിക്റുകൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം. അതാണ് രണ്ടാമതായി വേണ്ടത്. മൂന്നാമത്തെ വിഷയം, അനാവശ്യമായ ഈ ചർച്ചകൾ നമ്മൾ ഒഴിവാക്കണം. സിഹർ എന്ന് പറഞ്ഞ് മനുഷ്യന്മാരെ പഠിപ്പിക്കുക. നമ്മൾ സ്വയം ഭയങ്കര ചർച്ച, ഒരുപാട് കാര്യം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് തീരെ ഈമാനില്ല, ഇഖ്ലാസില്ല, ഇസ്ലാമിന്റെ ഒരു കാര്യം നമുക്കറിയില്ല, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ഇതൊന്നും പറയാനോ കേൾക്കാനോ മനുഷ്യന് നേരല്ല. പിന്നെ ചർച്ച മുഴുവൻ വഴിമാറിപ്പോയി. ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ചർച്ച ചെയ്ത് മനുഷ്യന്റെ സമയം മുഴുവൻ ഇതിൽ. എന്തേ കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. എന്താ കിട്ടി? കുറെ പേടിയായി, കുറെ കഥ കേട്ടപ്പോഴോ ഭയങ്കര പേടിയായി. ഈ പേടിയേതാ മനസ്സിലായോ? ഈമാനില്ലാത്തത് കൊണ്ട് വന്ന പേടിയാണ്. അതാണ് ഞാൻ ഈമാന്റെ അർത്ഥം ആദ്യം തന്നെ പറഞ്ഞത്. അമ്മിൽ നിന്നാണ് ഈമാൻ, നിർഭയത്വമാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു സുൽത്താനെയും പേടിക്കേണ്ട, ആരെയല്ലാതെ? അല്ലാഹുവിനെ അല്ലാതെ. അതാണ് മുഅ്മിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവത്തോടു കൂടി കാണുക. ഈ രാജ്യത്തിനൊരു സെക്യൂരിറ്റി സംവിധാനമുണ്ട്. ആ സംവിധാനത്തിനെതിരാണ് ഈ സംഗതികളൊക്കെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദീനിനെതിരായതുകൊണ്ടാണ്. ഈ മാതിരി ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഈ പണി നടത്തുന്ന ആൾക്കാരെ ഈ രൂപത്തിൽ കുലുമാനിലാക്കണ, പ്രയാസത്തിലാക്കണ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമത്തിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്. നമ്മൾ പഠിച്ചല്ലോ, ഈ രാജ്യത്തിന്റെ നിയമത്തിനുമെതിരാണ്. അതുകൊണ്ട് ആരും ഈ ആളുകളുടെ അടുത്തേക്ക് പോകരുത്, സമീപിക്കരുത്, ഈ പണി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കരുത്, സഹായം ചെയ്യരുത്. അതാണ് ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ നയവും രീതിയും രൂപവും. മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ കടുപ്പമുള്ള വിശ്വാസികളായി നമ്മളെ എല്ലാവരെയും മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. اللهم انصرهم نصر عزيز
مقتدر. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.